ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിക്കിൾ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്കൊന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ ഇതാ ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ മാറ്റി വെക്കണം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ചിക്കൻ ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി ചിക്കനും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാർ ഇടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നത്. ആ എണ്ണയിൽ തന്നെ ആവുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെരുംജീരകപ്പൊടി, ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടികൾ ചേർത്തതിന് ശേഷം ചെറിയ തീയിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കനിലേക്ക് ആ മസാലയും വിനാഗിരിയൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നനവില്ലാത്തൊരു ഗ്ലാസ് ബോട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കാം. അപ്പോൾ ഈ ചിക്കൻ പിക്കിളിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.